ഹായ് ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ സ്വർഗത്തിലേക്ക് എത്താം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചാൽ മാത്രമാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്നതിൻ്റെ ആ ഒരു കർമ്മം അത് എവിടെ നിന്ന് തുടങ്ങിയെന്ന് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈശോ ദൈവമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ ഈശോ നമ്മൾക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി. അപ്പോൾ ഈശോ സ്വയം ബലിയാവുന്നതിന് മുന്നേ ഈശോ നമ്മൾക്ക് വേണ്ടിയിട്ട് ബ്രെഡ് ആൻഡ് വൈൻ, ഇപ്പോൾ അപ്പവും വീഞ്ഞും തൻ്റെ ശരീര രക്തങ്ങളായിട്ട് കണക്കാക്കി ശിഷ്യന്മാർക്ക് നൽകുന്നൊരു കർമ്മമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതെന്നിട്ട് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ ഈശോ പറയണം. അപ്പോൾ എന്ന് വെച്ചിട്ട് ആൾ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ബാക്കി മതത്തിലുള്ള ദൈവങ്ങളെന്ന് പറഞ്ഞാൽ മരിച്ചു, ആ വഴി അതവിടെ തീർന്നു. അവർ പറയുന്നുണ്ട് ഇനി വരും, പക്ഷെ ആരും ഇങ്ങനെ കണ്ടിട്ടില്ല. ഈശോ എന്ന് പറഞ്ഞ ആൾ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് ആൾ അത്ര ഫേമസ് ആയി. അതുകൊണ്ടാണ് ലോകം മൊത്തം ഈശോനെ കുറിച്ച് അറിയണത്. അപ്പോൾ അങ്ങനെ ഒരാളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരാൾ നിങ്ങൾക്കൊരു പ്രോമിസ് തരുന്നുണ്ട്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയിക്കാനാണ് ഈശോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആൾ ഇവിടെ വന്നിട്ട് നമ്മൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈശോ. ആളുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതാണ് ഈ കുരിശുമരണം വഴി. അപ്പോൾ ഒരു പാപം പോലും ചെയ്യാത്ത ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കുക എന്തിന്? അപ്പം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കുന്നത്. അപ്പോൾ ചിലവർക്ക് തോന്നും ക്രിസ്ത്യാനിയാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പാടാണ്. അപ്പം നമ്മുടെ കുറേ ജഡികമായ ഇതുകളും പ്രവർത്തികളും അതുപോലെ തന്നെ നമ്മുടെ പല ആഗ്രഹങ്ങളും നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ പറയും, ഇതെന്തിട്ട് ദൈവമൊന്നുമില്ല, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഗതി വരുത്തോ, അല്ലെങ്കിൽ നമ്മളെ ഇത്ര പിള്ളേർ കഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്ര കഷ്ടപ്പാട് വരുന്നുണ്ട്, അപ്പോൾ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും വരില്ല. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് മാത്രം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ പലരും ആയാലും തന്നെ പ്രാർത്ഥിച്ചു, അവർക്ക് ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം കിട്ടി, എങ്കിൽ കൂടി അവർ പിന്നീട് ദൈവത്തിലേക്ക് വരുന്നില്ല. കാരണം അത് അടുത്തൊരു ടൈം എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം അവർക്ക് കിട്ടി, അതിനുശേഷം പുതിയ ഒരു അനുഭവം അവരുണ്ടാവുന്നത് വരെ അവർക്ക് ദൈവത്തിന് വേണ്ട. അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തായാലും നമ്മൾ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്ന ടൈം ആകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് കിട്ടിയെല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് ദൈവത്തിന് വേണ്ട. അപ്പോൾ അങ്ങനത്തെ ഒരു ജീവിതമാണ് മനുഷ്യരുടെ. അപ്പോൾ അങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റില്ല. ഇപ്പോൾ ദൈവം ഇത്ര പെരുത്ത് നമ്മൾക്ക് വേണ്ടി അനുഭവിച്ചു, കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു. നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യും? അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. അപ്പോൾ പലരും ഈ ക്രിസ്ത്യാനി എന്നത് വെച്ച് അതൊരു മതമായിട്ട് കണ്ട് ഇപ്പോൾ വേറെ RC അങ്ങനെയൊക്കെ പല മതങ്ങളുണ്ട്. ഈ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ വിവേചനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് എന്തിനേത് പല ഇതുണ്ട്, ഇവർക്ക് തന്നെ ഒരു സ്റ്റാൻഡില്ല. അപ്പോൾ ക്രിസ്ത്യാനി എന്നുള്ളൊരു മതമായിട്ടല്ല നിങ്ങൾ കാണേണ്ടത്. ഇപ്പോൾ ഈശോ മതമൊന്നല്ല ഉണ്ടാക്കിയത്, മതങ്ങളൊക്കെ തോൽപ്പിക്കാനാണ് ഈശോ വന്നത്. ഈശോ വന്ന് ഈശോയുടെ ജനനത്തിൽ തന്നെ അത്രത്തോളം വ്യത്യാസം മനസ്സിലായി. ഇപ്പോൾ ബാക്കിയുള്ളവർ ജനിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നോ പൊട്ടിമുളച്ച ദൈവങ്ങളാണ്. ഈശോയുടെ വരവ് തന്നെ 700 വർഷം മുന്നേ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ വരും, നിങ്ങൾക്ക് വേണ്ടി മരിക്കും. അപ്പോൾ അത് ദൈവമാണ് ഈശോ ആയിട്ട് ഇങ്ങനെ വരണത്, ദൈവത്തിൻ്റെ സ്നേഹം മാത്രം. എന്നിട്ട് ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കുക. അപ്പം മരിച്ചതിന് ശേഷം അപ്പോൾ ഈ കുരിശിൽ ഇറക്കപ്പെട്ട് മരിക്കുമ്പോൾ കുറേ അടികളൊക്കെ കിട്ടും ഈശോയ്ക്ക്. അപ്പോൾ ഒരു പാപം ചെയ്യാണ്ട് ഇത്ര അടികളൊക്കെ മേടിച്ച് ആളുടെ കുന്തം കൊണ്ട് കുത്തുമ്പോൾ ഇവിടെ നിന്ന് രക്തവും വെള്ളം ഒക്കെ വന്നു എന്ന് പറയും. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ കുർബാനയുടെ ഇടയിൽ നമുക്ക് കാണാം അച്ഛൻ വീഞ്ഞൊഴിക്കും, അതിലൊരു തുള്ളി വെള്ളം ഒഴിക്കും. അപ്പോൾ അത് ഈ ദൈവത്തിൻ്റെ ഈ കുരിശുമരണത്തിനെ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഫുൾ കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈശോൻ്റെ ജീവിതം തുടക്കം തൊട്ട് അവസാനം വരെ അത് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ അതിൽ ഈ രക്തവും വീഞ്ഞും രക്തം തന്നെയാണ് ഈ അപ്പവും വീഞ്ഞും അതാണ് ഈശോയുടെ ശരീര രക്തങ്ങളായി മാറാണ്. ഇപ്പോൾ കാർമ്മികൻ പ്രാർത്ഥിച്ച് ആ ഒരു കർമ്മങ്ങളൊക്കെ കഴിയുമ്പോൾ ഈശോ അതിൽ വരും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരും.
അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏക വഴി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമ്മളൊരു പാപം ചെയ്താൽ നമുക്ക് അതിനൊരു ശിക്ഷ കിട്ടണം. അപ്പം നമ്മൾ ഈ വളർന്നു വന്ന് പല രീതിയിലും ജീവിക്കുമ്പോൾ നമുക്കറിയില്ല എന്തൊക്കെയാണ് പാപങ്ങളെന്ന്. അപ്പം നമ്മളൊരു ഫ്ലോയിൽ പോവുക, കാരണം ലോകം അങ്ങനെയാണ്. ലോകം അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ആ വഴി പോണേ. പക്ഷേ എങ്കിൽ കൂടിയും നമ്മൾക്ക് ദൈവത്തെ സ്വീകരിക്കാനുള്ളൊരു മനസ്സ് വരുന്നില്ല. അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, എങ്കിലും മനുഷ്യർക്ക് ആ ഒരു മനസ്സ് വരുന്നില്ല ദൈവത്തിൻ്റെ കൂടെ പിടിക്കാൻ. അതുപോലെ തന്നെ ആൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. മൊത്തം അനുസരിച്ചില്ലെങ്കിലും ആ ആൾക്ക് നമ്മുടെ മനസ്സറിയാം. ഇത് മൊത്തം ഉണ്ടാക്കിയത് ഇനിയുള്ള വരവ് ആൾ കണ്ടിട്ടുണ്ട്, ആൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ആൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളതുപോലെ തന്നെ ഇങ്ങോട്ട് വീണ്ടും വരും ജഡ്ജ് ചെയ്യാൻ. ഇപ്പോൾ പല മതങ്ങളിലും പറഞ്ഞു ഈശോ ഈ ഭൂമിയെ വിധിക്കാൻ വീണ്ടും വരും. ദൈവത്തിന് മാത്രം ഭൂമിയെ വിധിക്കാൻ അവകാശമുള്ളൂ. അപ്പോൾ ഈശോ ആണ് ദൈവമെന്ന് മനസ്സിലാക്കണം നമ്മൾ. ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് കാണണം. അപ്പോൾ എന്നിട്ട് ആ മനുഷ്യർ പറയും ഈ ദൈവം നമുക്ക് വേണ്ടിയിട്ട് എന്തിട്ട് ചെയ്തു? ഒന്നും ചെയ്തില്ല. ആൾ നമുക്ക് വേണ്ടി അടി കൊണ്ട് മരിച്ചു. അപ്പോൾ നമ്മൾ ഇനി മരിച്ച് സ്വർഗത്തിൽ പോകണ നേരത്ത് നമ്മൾ കുർബാന സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈശോൻ്റെ ശരീരരക്തം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കുമ്പസാരിച്ച് പോയി കുർബാന സ്വീകരിച്ച് അതൊക്കെ കാര്യമില്ല. നമ്മൾ വിശ്വസിക്കണം. അതുപോലെ തന്നെ മനസ്തപിച്ച് കുമ്പസാരിക്കണം. ഇപ്പോൾ ഇനിയൊരു പാപം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ മാരകമായ പാപങ്ങളൊക്കെയാണ് നമ്മൾ അങ്ങനെ വിട്ടുകളയാം. ചെറിയ ചെറിയ കുഞ്ഞിയ പാപങ്ങൾ, ഇപ്പോൾ ഈ തെറി പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പോൾ മദ്യപിച്ചു, അപ്പോൾ അതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ്സിൽ എപ്പോഴും ഉള്ളതാണ്. അതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഇതിലേക്ക് വരും. എന്ന് വെച്ചാൽ ദൈവം നമ്മളെ ഒന്നും ചെയ്യുന്നില്ല, നമുക്ക് വീണ്ടും വീണ്ടും കുമ്പസാരിക്കാനുള്ള അവസരമുണ്ട്. അപ്പം നമ്മൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം വരും. അപ്പോൾ ഞാൻ മരിച്ചു എന്ന് വിചാരിക്കും. ഇപ്പോൾ ഞാൻ കുർബാന സ്വീകരിക്കുന്ന ഒരാളാണ്, ഞാനിപ്പോൾ മരിച്ചു. ഞാൻ സ്വർഗത്തിൽ പോകുമ്പോൾ അവിടെ നിൽക്കണ്ടാവും ദൈവം. നോക്കട്ടെ, നോക്കുമ്പോൾ നീ എന്തൊക്കെ പാപങ്ങൾ ചെയ്തു, കുറേ പാപങ്ങൾ, ഇതിനൊക്കെ നിനക്ക് വല്ല ശിക്ഷ കിട്ടിയില്ല ഇല്ല. അപ്പോൾ ഞാൻ കുർബാന സ്വീകരിച്ചിട്ടുണ്ടെങ്കിലോ എനിക്ക് കിട്ടേണ്ട അടിമൊത്താണ് ഈശോ മേടിച്ചേക്കുന്നത്. അപ്പോൾ അത് എത്ര വലിയ പാപമാണെങ്കിൽ പോലും ഈശോ അത് ക്ഷമിക്കും. അപ്പോൾ കുന്തം കൊണ്ട് കുത്തിയ ആളുടെ കണ്ണിലേക്ക് ഈ രക്തവും വെള്ളം വീണപ്പോൾ ആ നേരത്താണ് അവരുടെ കണ്ണുകൾ തുറന്നത്. അതുപോലെ തന്നെ ഈ ഈശോ ഇവിടെ മരിച്ച് ഇവിടെ കുറിച്ച് തറക്കോട്ട് കിടക്കുമ്പോൾ ആളുടെ അപ്പുറത്തൊരു കള്ളൻ ഇപ്പുറത്തൊരു കള്ളൻ. ഇപ്പോൾ 2 പേരുണ്ട്. ഇപ്പോൾ ഇവർ കള്ളന്മാരാണെങ്കിൽ കൂടിയും അവരിലെ ഒരാളെ ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വലതു ഭാഗത്ത് കിടന്നൊരു കള്ളൻ, വലതു ഭാഗത്ത് കിടന്ന കള്ളൻ എന്ന് പറഞ്ഞാൽ നല്ലവനായ കള്ളൻ. നല്ല കള്ളൻ എന്നല്ല, നല്ലവനാവാണ് ചെയ്തത് ഈ കള്ളൻ. അപ്പോൾ ഇങ്ങനെ അവസാന നിമിഷത്തിൽ പറഞ്ഞു ഈ ആൾക്ക് മനസ്സിലായി ഇതാണ് ദൈവപുത്രൻ. ഇപ്പോൾ ഈശോൻ്റെ അടുത്ത് പറയാണ് സ്വർഗത്തിലെത്തുമ്പോൾ എന്നെ മറക്കല്ലേ. അപ്പം അന്ന് ഈശോ സ്വർഗത്തിൽ പോയപ്പോൾ ഈശോ ഇയാൾക്കൊരു വാക്ക് കൊടുത്തു, ഇന്ന് സ്വർഗത്തിൽ പോകുമ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു അവസാന നിമിഷമാണെങ്കിലും ഈശോ നമ്മളോട് ക്ഷമിക്കും. എന്തൊക്കെ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും പല പാപങ്ങളും മനുഷ്യരെതിൽ ചെയ്യുന്നുണ്ട്. പഴയ നിയമത്തിലൊക്കെ ഒരുപാട് പാപങ്ങൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പുതിയ നിയമമായാലും ഒരുപാട് പാപങ്ങൾ മനുഷ്യർ ചെയ്യുന്നുണ്ട്. എന്ത് പാപം ചെയ്താലും. അപ്പോൾ ആദ്യത്തെ 10 കൽപ്പനകളുണ്ട്. ആദ്യത്തെ കൽപ്പന എന്ന് വെച്ചാൽ ദൈവമായ കർത്താവ് ഞാനാകും, ഞാനല്ല മറ്റൊരു ദൈവം നിനക്കുണ്ടാവില്ല. അപ്പോൾ അതൊരു കൽപ്പനയാണ്. എന്ന് വെച്ചാൽ നിനക്കത് തെറ്റിക്കാൻ പാടില്ല എന്നില്ല, അത് തെറ്റിക്കാം. അല്ലെങ്കിൽ അത് അവിടെ എഴുതി വയ്ക്കേണ്ട ആവശ്യമില്ല, തെറ്റിക്കാം. പക്ഷേ തെറ്റിച്ച് കഴിഞ്ഞാൽ സ്വർഗത്തേക്ക് പോകാൻ പറ്റില്ല. തെറ്റിച്ചെങ്കിലും നിങ്ങൾക്ക് അവസരമുണ്ട്. കാരണം നിങ്ങൾ വേറൊരു മതത്തിൽ ജനിച്ചു പോയത് ഇതിലൊന്നും ആൾക്ക് കുഴപ്പമില്ല. മതം എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടാക്കിയതാണ്. ഈശോ മതമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതമല്ല, അത് ഈശോനെ നമ്മൾ ഫോളോ ചെയ്യുന്നു. ഈശോയുടെ അനുസരിച്ച് ഈശോൻ്റെ പഠനങ്ങൾ അനുസരിച്ച് ആളുടെ കൂടെ ജീവിക്കുന്നതിനാണ് ക്രിസ്ത്യാനി എന്ന് പറയാം. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ പലരും മതമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ആൾക്കതൊരു പ്രശ്നം. ഞാനൊരു മതമായിട്ട് ഇത് പറയുന്ന ആളല്ല. ഈശോയോട് ഉള്ള മാത്രമുള്ള സ്നേഹം. ഇപ്പോൾ ഈ കുർബാന പള്ളി എന്നൊക്കെ പറയുമ്പോൾ പള്ളികളിലൊക്കെ അവർ പല ഇതുകളും അവർ പലതൊക്കെ പറയായിരിക്കും. അതൊന്നും ഞാൻ കേൾക്കില്ല. ഞാൻ അവിടെ പോകുമ്പോൾ അവിടെ നിൽക്കണ കാർമ്മിക അതുപോലെ ഞാൻ കുമ്പസാരിക്കും, ഞാൻ പോയി സംസാരിക്കും. ഞാൻ ഈശോൻ്റെ അടുത്താണ് പറയുന്നത്, അല്ലാണ്ട് എനിക്കൊരു പള്ളിയിൽ അച്ഛനായിട്ടൊന്നും അല്ല ഞാൻ കണ്ടേക്കണേ. അതുപോലെ നമ്മൾ ചിന്തിച്ച് ആൾക്ക് അത്രത്തോളം സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈശോ നമ്മൾക്ക് വേണ്ടി മരിക്കുകയാണ്, കുരിശിൽ ഇറക്കി വിട്ട് മരിച്ചു. ഇപ്പോൾ നമ്മൾ ഈശോൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട അടി മൊത്തമാണ് ആൾ മേടിച്ചത്. അപ്പോൾ എത്രത്തോളം സ്നേഹമുള്ള ദൈവമാണെന്ന് നിങ്ങൾ ചിന്തിക്കും. എത്ര
അത്രത്തോളം സ്നേഹമുണ്ട്. എനിക്ക് കിട്ടേണ്ട ശിക്ഷ ആള് മൊത്തം അടി വാങ്ങി. എനിക്ക് ആകെ ഒരു കാര്യം ചെയ്താൽ മതി, കുർബാന സ്വീകരിക്കുക. അപ്പോൾ കുർബാന സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വൺ ടൈം തിങ് ആണോ? അല്ല, വീണ്ടും വീണ്ടും എത്ര വേണമെങ്കിൽ നമുക്ക് കുമ്പസാരിക്കാം, കുർബാന സ്വീകരിക്കാം. ആണ്ടിന് ഒരിക്കലെങ്കിലും കുമ്പസാരിക്കണം, ഒരു കൊല്ലത്തിൽ ഒരു വട്ടമെങ്കിലും. അപ്പോൾ അതിന് പോലും മനുഷ്യർ തയ്യാറാവുന്നില്ല. അപ്പോൾ മാരകമായ പാപങ്ങളിലേക്ക് നമ്മളത് കൊണ്ടുപോകും. ചെറിയ പാപങ്ങൾ നമ്മൾ ആദ്യമേ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ ആ ഒരു കണക്ഷൻ നമ്മൾ ദൈവത്തിൽ നിന്ന് വിട്ടുപോയാൽ ആ സമയത്ത് പിശാചിന് നിങ്ങളെ പിടിക്കാൻ പറ്റും. അപ്പോൾ പിശാച് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ പാപത്തിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ അവൻ പൊട്ട ചിന്തകളും കാര്യങ്ങളും ഒക്കെ തരും. അതുപോലെ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് പല അറിവുകളും കിട്ടും ദൈവം ഇല്ല എന്ന് കാണിക്കാനായിട്ട്. പക്ഷേ നിങ്ങൾ ഈശോനെ അനുസരിച്ച് അല്ലെങ്കിൽ ബൈബിൾ പഠിച്ച് അത് അനുസരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം എത്രയും പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ. പുതിയ വീഡിയോ ആയിട്ട് ഇനി വരാം. ചാ.